എന്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകണോ? എന്റെ ജനം ലജ്ജിച്ചില്ല. അപ്പം ഡയറക്റ്റ് പറയട്ടെ, ലജ്ജയ്ക്കുണ്ടെങ്കിൽ വ്യവസ്ഥയ്ക്ക് വെളിയില്ല. എന്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകത്തില്ല. ദൈവം വിളിച്ച ജനം ലജ്ജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറവുകളാണ്. ഹല്ലേലൂയ. കാരണം കർത്താവ് നിറയ്ക്കാൻ പോയി. ഈ അന്ത്യകാലഘട്ടത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പ്രകൃതിക്ഷോഭങ്ങളും അതിന്റെ സൂചനകളും യുദ്ധങ്ങളും ഒക്കെ നമ്മൾ പല ദേവദാസന്മാരുടെ പ്രവചനത്തിലൂടെ നേരിട്ട് നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ അകത്ത് ബോധ്യം വരേണ്ടത് പേടിയല്ല. ഇസ്രായേൽ അയക്കുന്ന മിസൈലോ ഇറാൻ അയക്കുന്ന മിസൈലോ നമ്മുടെ ഫ്ലാറ്റ് വീഴുമെന്ന് സ്വപ്നം കാണാതെ ഈ വാക്യം നിന്റെ മനസ്സിൽ വെക്കണം. അന്ത്യകാലത്തിൽ സകല ജനത്തിന്റെ പേരിൽ ഞാൻ എന്റെ ആത്മാവിന് പകരുന്നതിന് മുമ്പിൽ നീ പ്രോസ്പെരിറ്റി പ്രാപിക്കാൻ പോകുകയാണ്. നിന്റെ വീട് നിറയാൻ പോകുകയാണ്. നിന്റെ സഭ നിറയാൻ പോകുകയാണ്. ദൈവജനമേ, വലിയ യുദ്ധം സ്ട്രോങ് ഹോൾഡ് ആക്കാൻ പോകുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണർവുണ്ടാകും. അതിനകത്ത് സൗദിയത്തോടും UAE പരിശുദ്ധാത്മാവ് ഈ സ്പർശനം മേഘം പോലെ ഇറങ്ങി വന്ന് സ്പർശനം നടക്കുമ്പോഴാണ് ഈ പ്രോസ്പെരിറ്റി നടക്കുന്നത്. കാരണം യുദ്ധത്തിന് ശേഷം ഭയങ്കര റിസഷൻ ഉണ്ടാവും. നിന്റെ ഇപ്പോഴത്തെ ഈ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതെല്ലാം ബ്രേക്ക് ആയിട്ട് സേഫ് സോൺ അങ്ങ് പൊളിക്കുന്ന ദൈവം. അന്നേരം നിനക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ദ വിറ്റാമിൻ എം, ദാറ്റ്സ് കോൾഡ് മണി. എന്നാൽ ഫാമിൻ സമയത്താണ് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ സപ്ലൈ കൊടുക്കുന്നത്. ഇനി നിർബന്ധമായിട്ട് ഒരു ഗ്ലാസ് പോലെ ഒരു മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് കയറിക്കോ. ഈ വചനത്തിനകത്ത് പറയുന്നുണ്ട്, ഇഫ് യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ I will prosper Gentiles.